തുടർഭരണം ലഭിച്ച ശേഷമുള്ള ആദ്യ മന്ത്രിസഭയുടെ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. 2021 മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഈ പദ്ധതിയെക്കുറിച്ച്, അതിന്റെ ഓരോ ഘട്ടത്തെക്കുറിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് പോലും ഇറക്കിയിരുന്നു. അപ്പോൾ കേരളം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്ന് വിശദീകരിക്കുന്നവർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ? മന്ത്രിസഭാ യോഗം തീരുമാനം വിശദീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ 2021 ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് കാണാം. അന്നത്തെ ആ മന്ത്രിസഭയെടുത്ത തീരുമാനം യാഥാർത്ഥ്യമാക്കാൻ സമാനതകളില്ലാത്ത പ്രയത്നമാണ് ഇന്നലെ വരെ നടന്നത്. ഇനി ആശങ്കകളിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് പല ചോദ്യങ്ങൾ ചോദിച്ചു. നമുക്ക് ഒന്നൊന്നായി കേൾക്കാം മറുപടിയും. ക്വസ്റ്റ്യൻ നമ്പർ 1, ഈ 64,006 പേരുടെ ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? എന്താണ് അതിനുള്ള മാനദണ്ഡം? ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് 64,000 പേര്. അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത്? എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്? വിവരശേഖരണ പ്രക്രിയ നടത്തിയത് തദ്ദേശ സ്ഥാപന തലത്തിൽ 1,18,309 കുടുംബങ്ങളുടെയാണ്. വാർഡ് സമിതികളുടെ ശുപാർശയിലൂടെ ഈ 1,18,309 എന്നത് 87,158 കുടുംബങ്ങളായി. ഈ മുൻഗണനാ പട്ടിക ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് അതിൽ നിന്നാണ് 64,006 കുടുംബങ്ങളെ ഗുണഭോക്താക്കളായിട്ട് കണ്ടെത്തിയത്. അതായത് എണ്ണയിട്ട യന്ത്രം പോലെ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിച്ചാണ് ഈ 64,006 പേരെ കണ്ടെത്തിയത്. സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്കല്ല, മറിച്ച് കോൺഗ്രസും ലീഗും ഒക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകളും നഗരസഭകളും ഇതിന്റെ ഭാഗമായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, പ്രഖ്യാപിച്ച 64,006 പേർക്ക് എന്തെങ്കിലും സർക്കാർ നൽകിയോ? പ്രഖ്യാപിച്ച 64,000 പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ? എല്ലാവർക്കും വീടായോ? 4,677 കുടുംബങ്ങൾക്കാണ് വീട് മാത്രം നൽകിയത്. വസ്തുവും വീടും കൊടുത്തത് 2,713 കുടുംബങ്ങൾക്കാണ്. 5,646 കുടുംബങ്ങൾക്കാണ് വീട് റിപ്പയറിന് 2 ലക്ഷം രൂപ വീതം സഹായം നൽകിയത് പുനരുദ്ധാരണത്തിന്. 4,394 കുടുംബങ്ങൾക്കാണ് വരുമാനം ഉറപ്പാക്കിയത്. അവകാശ രേഖകൾ 21,263 കുടുംബങ്ങൾക്കാണ് ലഭ്യമാക്കിയത്. ഭക്ഷണം 20,648 പേർക്കാണ് കൊടുത്തത്. ഭക്ഷണ കിറ്റ് 18,438 പേർക്കും 2,210 പേർക്ക് പാകം ചെയ്ത ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, എങ്ങനെയാണ് ഇവരെ അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് സർക്കാർ മോചിപ്പിച്ചത്? 5,90,000 പേര്. അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ? അത് പരിഹരിക്കാൻ ആവശ്യമായത് എന്താണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം മൈക്രോ പ്ലാൻ ഓരോ കുടുംബത്തിനും ആ മൈക്രോ പ്ലാൻ നിർവഹിച്ചിട്ടാണ് ഇപ്പോൾ അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുള്ളത്. കേരളത്തിലെ BJPക്ക് കോൺഗ്രസിനെ പോലെ സംസ്ഥാനത്തിന്റെ ഈ നേട്ടത്തിൽ സംശയമില്ല. ആകെ പ്രശ്നമുള്ളത് ക്രെഡിറ്റിലാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം കേന്ദ്ര സർക്കാരിന് അവകാശപ്പെട്ടതാണെന്ന്. അതിനുമുണ്ട് മറുപടി. മുഖ്യമന്ത്രിക്ക് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ എടുത്തോട്ടെ, അതല്ല ഞാൻ പറഞ്ഞത്. 70 കൊല്ലം നടക്കാത്ത ഇഷ്യൂ എങ്ങനെ കഴിഞ്ഞ 8-10 കൊല്ലത്തിൽ നടന്നു, ഇതെല്ലാം കൃത്യമായിട്ടും നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. എന്നാൽ ഇതുപോലെ ഇന്ത്യയെ മുഴുവൻ അതിദാരിദ്ര്യമുക്തമാക്കി ആ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കണം എന്നൊരു ഉപദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാം പിണറായി സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്ടാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ മൈക്രോ പ്ലാൻ തയ്യാറാക്കി ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുന്ന, പണിയെടുക്കാൻ പോകാൻ പോലും കഴിയാത്ത, ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കാൻ ഒരു രേഖ പോലും കയ്യിലില്ലാത്ത മനുഷ്യർ, ഒരു കൈസഹായമില്ലാതെ അതിജീവനം അസാധ്യമാകുന്ന മനുഷ്യർ, അവരാണ് അതിദരിദ്രർ. അവരെയാണ് സർക്കാർ കണ്ടെത്തിയത്, കരകയറ്റിയത്. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കേരളം എന്തു ചെയ്തു? എങ്ങനെയാണ് ഈ 64,006 കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തിയത്? നോക്കൂ, ഓരോ കുടുംബത്തിനും ഓരോ ആവശ്യമായിരിക്കും. ചിലർക്ക് വീടായിരിക്കും വേണ്ടത്, ചിലർക്ക് ചികിത്സാ സഹായം. അന്താരാഷ്ട്ര തലത്തിൽ ദാരിദ്ര്യം അളക്കുന്നത് അത് സാമ്പത്തികമായാണ്.
ഈ സർക്കാർ എന്ത് ചെയ്തു? അവർ അതിദരിദ്രരെ കണ്ടെത്തി. അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അത് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. ആദ്യം പ്രാദേശിക ഭരണകൂടത്തിന്റെ സഹായത്തോടെ 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. അത് കഴിഞ്ഞ് അവർക്കായി മൈക്രോ പ്ലാൻ രൂപീകരിക്കുകയാണ്. ഇനി എന്ത് ചെയ്തു നോക്കൂ. 5,422 പുതിയ വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. അതോടൊപ്പം 439 കുടുംബങ്ങൾക്കായി 28.32 ഏക്കർ ഭൂമി കണ്ടെത്തി. അത് മാത്രമല്ല 5,000-ലധികം 5,522 വീടുകൾ നവീകരിക്കാൻ 2 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത്. അതോടൊപ്പം 4,394 കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ നൽകി. 579 പേർക്ക് ആരോഗ്യ സഹായ ഉപകരണങ്ങൾ നൽകി. 7 പേർക്ക് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സർക്കാരിന്റെ സഹായം ലഭിച്ചു. അതോടൊപ്പം 5,777 പേർക്ക് സാന്ത്വന പരിചരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ലഭിച്ചു. അതോടൊപ്പം 29,427 കുടുംബങ്ങളിലെ 85,721 പേർക്ക് ആരോഗ്യ പരിരക്ഷാ സേവനം, അതായത് മരുന്നും ചികിത്സാ സഹായങ്ങളും ഒക്കെ സർക്കാർ ലഭ്യമാക്കി. തീർന്നിട്ടില്ല. 18,438 കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് നൽകി. ഏകാഗ കുടുംബങ്ങളിൽ താമസിക്കുന്ന 428 പേരെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ഇനി കുട്ടികളിലേക്ക് വന്നാൽ 5,583 കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകി. അവിടെയും സർക്കാരിന്റെ കൈത്താങ്ങാണ്. നോക്കൂ, 2,323 കുട്ടികൾക്കാണ് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചത്. അതായത് ഇപ്പോൾ ഇന്ന് വിദഗ്ധർ ലേഖനം എഴുതിയതുപോലെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം പോലെയോ ഒരു സുപ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ നടത്തിയ പ്രഖ്യാപനമല്ല ഇതെന്ന് ചുരുക്കം.